ഹായ്, റഫീഖാണ്. റഫി മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ യാക്കരയിലാണ്. യാക്കര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം നമുക്കൊരു 500 മീറ്റർ മാത്രം ദൂരമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്തുന്നത്. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 3.5 സെൻറ്റിലെ 850 സ്ക്വയർ ഫീറ്റുള്ള 2 BHK ഒരു വീടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആ 3.5 സെൻറ്റിലെ 850 സ്ക്വയർ ഫീറ്റുള്ള വീട് എന്ന് പറയുന്നത് എൻ്റെ പുറകുവശത്ത് കാണുന്ന ഈ വീടാണ്. നമുക്ക് തങ്കം ഹോസ്പിറ്റൽ വളരെ അടുത്താണ്. അതുപോലെ മെഡിക്കൽ കോളേജ്, യാക്കര അമ്പലം, ഇതാണ് ആ പറഞ്ഞ വീട്. നമുക്കിതിൻ്റെ ഇപ്പോൾ നല്ല ഡ്രൈ സീസണാണ്. മഴ ഒക്കെ ഉള്ള സമയത്ത് ഈ ഒരു ഭാഗം മൊത്തം പാടങ്ങളാണ്. പാടങ്ങളെന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് നല്ല നല്ല നെൽക്കതിരകളായിട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. നമ്മുടെ വീടിൻ്റെ മുകൾ വശത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാറ്റ് സഞ്ചാരമുള്ള ഒരു വീടാണ്. ഇപ്പം തന്നെ നല്ല കാറ്റുണ്ട്. ഡ്രൈ സീസൺ ആയതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല നെൽക്കതിരൊക്കെ ആകുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. അമ്പലം വളരെ അടുത്താണ്. ഏകദേശം നമുക്കൊരു 450-500 മീറ്റർ ഉള്ളൂ യാക്കര അമ്പലം, നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് വരുന്നത്. ഈ ഭാഗത്താണെങ്കിൽ തങ്കം ഹോസ്പിറ്റൽ, അതുപോലെ മെഡിക്കൽ കോളേജ് എല്ലാം തന്നെ ഉണ്ട്. സ്കൂള്, കോളേജ് എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് പാലക്കാട് നിന്ന് മെയിൻ പാലക്കാട് നിന്ന് നമുക്ക് ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ആ പ്രോപ്പർട്ടീൻ്റെ അതിര് ഇവിടെ നിന്നാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു അതിര് മെയിൻ ഗേറ്റ് കാണുന്നുണ്ട്. ഈ മെയിൻ ഗേറ്റ് നമുക്കിങ്ങനെ റോൾ ചെയ്താൽ, നമ്മളിങ്ങനെ റോൾ ചെയ്ത് ഈ ഭാഗത്ത് ഒരു കാർ പോർച്ച്, ചെറിയൊരു കാർ പോർച്ച്, അത്യാവശ്യം വണ്ടി നിർത്താൻ പറ്റിയുള്ള ഒരു കാർ പോർച്ച് ഈ ഒരു സൈഡ് നമുക്ക് കാണുന്നുണ്ട് അല്ലേ. ഇതൊക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് ഇൻ്റർലോക്ക് ചെയ്താൽ സൂപ്പറായിരിക്കും. അതുപോലെ ഈ ഒരു ഭാഗം ഇത് വീടിൻ്റെ ബാക്ക് വശമാണ്. ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞ ആ നെൽക്കതിരൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഇത് മേലോട്ട് കയറിപ്പോകുന്ന സ്റ്റെയർ കേസ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മെയിൻ ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ഒരു ചെറിയ ഗേറ്റാണ്. നമ്മൾ മെയിൻ ഗേറ്റ് അവിടെ വലുത് കണ്ടു. ഈ ഭാഗത്ത് ചെറിയ ഒരു ഗേറ്റ് ഉണ്ട്. ഇത് വീട്ടിലേക്ക് പോകുന്ന വഴി അല്ലേ. ഏകദേശം നല്ല ടാറൊക്കെ ചെയ്തതിന് സൂപ്പറായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആയിരിക്കും. ഇങ്ങോട്ട് കയറി വന്നാൽ വീടിൻ്റെ സ്പേസ്, ഇത്രയും സ്പേസ് ഉണ്ട്. അതുപോലെ ഈ ഒരു സൈഡ് ഇത്രയും സ്പേസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് മലമ്പുഴ വെള്ളമാണ് ഇപ്പോൾ നിലവിൽ നമുക്കിവിടെ ഉള്ളത്. മലമ്പുഴ വെള്ളം, വേറെ ബോർവെല്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ടാങ്കിലോട്ട് നമ്മുടെ വെള്ളം കയറും. മലമ്പുഴയിൽ നിന്ന് വരുന്ന വെള്ളം ഡയറക്റ്റ് കയറും. ഇത്രയും സ്പേസ് നമുക്കിവിടെ കാണുന്നുണ്ട് അല്ലേ. ഇനി വീടിൻ്റെ അകവശത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് കണ്ടല്ലോ അല്ലേ. ഇനി ഈ ഒരു ഭാഗത്ത് ഈ സൈഡ് നമുക്കൊരു കാവ്യൊക്കെ പാകിയിട്ടുള്ള നല്ലൊരു സിറ്റ് ഔട്ട് എന്ന് പറയും. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് വേണം. അതുപോലെ നല്ല രീതിയിലുള്ള ഒരു ഡോറ്, ഇവിടെ നമുക്ക് ജനൽ, അതുപോലെ നല്ല രീതിയിലുള്ള ഒരു ഡോറ് ഈ ഭാഗം. ഈ വീടിൻ്റെ അകവശം ഒന്ന് കാണാം. വീടിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് ആദ്യം കിട്ടുന്നത് ഒരു ഹാളാണ്. ഇവിടെ നോക്കിയാൽ കാണാം ഇങ്ങനെ ഒരു ഹാള്, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു ഹാളാണ് ഈ ഒരു ഭാഗം അല്ലേ. അവിടുന്ന് ഹാള് കഴിഞ്ഞാൽ നമുക്കൊരു കോമൺ ടോയ്ലറ്റ് കാണുന്നുണ്ട്. അതും നമുക്ക് വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഏരിയ ഇവിടെ കാണുന്നുണ്ട്. ഇവിടുന്ന് നേരെ ഇവിടെ നമുക്കൊരു ബെഡ്റൂമുണ്ട്. 2 ബെഡ്റൂമാണ്, അതിൽ കോമൺ ടോയ്ലറ്റാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമും സൗകര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അതിൻ്റെ അടുത്ത വശത്തുള്ളത് അതുപോലുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെയും അതുപോലുള്ള ഒരു ബെഡ്റൂമുണ്ട്. നല്ല സ്പേസുള്ള ബെഡ്റൂം തന്നെ. നല്ലൊരു ഫാമിലിക്ക്, ചെറിയ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇവിടുന്ന് പിന്നെ നേരെ നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ഷോക്കേസും അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഇതൊരു പൂജാ റൂം. ഇവിടുന്ന് അങ്ങനെ വരുന്നത് നേരെ അടുക്കളയിലോട്ട്. അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു അടുക്കളയാണ്. നല്ല വീതി വിസ്താരങ്ങളൊക്കെ ഉള്ള ഒരു അടുക്കളയാണ്. മേലെ കബോർഡൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെ. ഇത് നേരെ നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ കാണാം നമ്മുടെ യാക്കര അമ്പലം. ഏറ്റവും ലോങ്ങിൽ യാക്കര അമ്പലം ഈ ഭാഗത്ത് ഉണ്ട് അല്ലേ. നല്ല തിരക്കടില്ലാത്ത ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇതാ വീടിൻ്റെ മുകളിലിട്ട് കയറിപ്പോകുന്ന പുറത്തുള്ള സ്റ്റെയർ കേസാണ്. നമ്മൾ സ്റ്റെയർ കേസ് ഇങ്ങോട്ട്, പുറത്തുള്ള സ്റ്റെയർ കേസ് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ മുകൾ വശത്ത് അതുപോലുള്ള ഒരു റൂമുണ്ട്. പുറകുവശം നമ്മൾ ഈവനിങ് സമയത്തൊക്കെ ഇതിനകത്ത് നിൽക്കുന്ന നല്ലൊരു ആംബിയൻസാണ് ബാക്ക് കാണുന്നത്. നമ്മളവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നാൽ ഈ ഒരു ഭാഗം, ഇത് നമ്മൾ ഏറ്റവും മേലുള്ളത് ഈ ഒരു ഭാഗത്ത് ഇവിടെ അതുപോലെയുള്ള ഒരു റൂമുണ്ട്. 3 സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ വീണ്ടും ഒരു റൂം എടുക്കാം. ഇവിടെ ഒരു
റൂം കാണുന്നുണ്ട്. ഇത്രയും സ്പേസ്. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മഴൻ്റെ സമയത്ത് നോക്കിയാൽ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. നിറയെ കൃഷികളും ഇതായിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. ഇത്രയും സ്പേസ് ഇവിടെ വരുന്നുണ്ട്. മലമ്പുഴ വെള്ളം 24 മണിക്കൂറും മലമ്പുഴ വെള്ളം ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ മുകളിലത്തെ റൂം ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഈ ഭാഗം അതുപോലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. മുകളിൽ വരുമ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യേണ്ടത് വെച്ചാൽ ഏറ്റവും ടോപ്പിലുള്ളത് ഓടാണ് ബാക്കിയിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു ബെഡ്റൂം ഇത് ബാക്കിയെടുക്കാം. നമുക്ക് റെൻറ്റ് പർപ്പസിനൊക്കെ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അടിയിൽ താമസിച്ചുകൊണ്ട് മേലെ ഒരു കിച്ചൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ബെഡ്റൂമായിട്ട് ഈ ഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ നമ്മൾ കണ്ട പ്രോപ്പർട്ടി എൻ്റെ പുറകുവശത്തുള്ള ഈ 3.5 സെൻറ്റിലെ 850 സ്ക്വയർ ഫീറ്റ് 2 BHK അല്ലേ. താഴത്ത് 2 ബെഡ്റൂം ഉണ്ട്. അതുപോലെ മേലും നമുക്കൊരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ 3 BHK ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതല്ല ഒരു വാടക പർപ്പസായിട്ട് കൊടുക്കുകയാണെങ്കിൽ പുറകുവശത്ത് കൂടെ സ്റ്റെയർ കേസ് ഉണ്ട്. മേലെ ഒരു കിച്ചൺ സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ട് ചെറിയൊരു ഫാമിലിക്ക് അവിടെയും താമസിക്കാം. താഴത്ത് നമ്മൾ താമസിച്ചുകൊണ്ട് മേലെ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ കണ്ട പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിലെ യാക്കരയിലെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 450-500 മീറ്റർ മാത്രമേ പ്രോപ്പർട്ടിക്കുള്ള ആകെയുള്ള ദൂരം. അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി ഇതിനോടമസ്ഥൻ വിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന റേറ്റ് 32 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ്. എല്ലാം തന്നെ പരിസരത്തുണ്ട്. തങ്കം ഹോസ്പിറ്റല്, മെഡിക്കൽ കോളേജ്, അമ്പലം എന്ന് വേണ്ട, പള്ളി, മസ്ജിദ് വേണ്ട എല്ലാം തന്നെ പരിസരത്തുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ബന്ധപ്പെടുന്ന നമ്പർ 7736350383. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രോപ്പർട്ടി കൊടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ റഫി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കിടിലം പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ റഫീഖ് PKD.